ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് നവീകരിച്ച സൗത്ത് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആണ് നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ച് വളരെയധികം നവീകരിച്ച് അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്നലെ ജൂലൈ 1 ബഹുമാന്യനായിട്ടുള്ള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് കോഴിക്കോട് സൗത്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോവിഡ് അതിനെക്കൊണ്ട് ഇവിടെ ഇപ്പോൾ സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ ജോഗിങ്ങിന് മറ്റ് സംഗതികൾക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി ടൂറിസം പർപ്പസിന് വേണ്ടി ഇത് തുറന്നു കൊടുത്തിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഇത് തുറന്നു കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഏതായിരുന്നാലും നമ്മൾ സൗത്ത് ബീച്ചിലെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നല്ല കോഴിക്കോടിൻ്റെ സാംസ്കാരിക ചരിത്രങ്ങളൊക്കെ ചിത്രങ്ങളായിക്കൊണ്ട് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാം. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ജില്ലാ ഭരണകൂടവും DTPCയുമാണ് ഈ ഒരു പ്രൊജക്റ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിൽ ആളുകൾക്ക് നല്ല രീതിയിൽ അവരുടെ വൈകുന്നേര സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് ഇതിൻ്റെ ഈ കടൽ തീരം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഫോട്ടോയിലൊക്കെ ട്രെൻഡിങ് ആയി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു, കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ടിട്ടുള്ളൊരു ഫോട്ടോയായിരുന്നു ചെസ്സ്. ഇതാണ് ചെസ് ബോർഡ്. ഇവിടെ അതിൻ്റെ കരുക്കളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ പാമ്പും കോണിയും കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. വലിയ ഏകദേശം ഒരു 5 മീറ്റർ വിസ്തൃതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് കളിക്കാൻ, ചെസ്സ് കളിക്കാൻ സൗകര്യത്തിന് വലിയ വലിയ കരുക്കളൊക്കെ ഉള്ള ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഇതിപ്പോൾ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പാമ്പും കോണിയാണിത്. ഇത് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി ഇട്ടിട്ടുള്ള പരിപാടിയാണ്. കണ്ടോ? ഇതും അതുപോലെ തന്നെ ചെസ് ബോർഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഏകദേശം ഒരു 5 മീറ്റർ വിസ്തൃതിയിൽ, 5 മീറ്റർ വീതിയിൽ വലിയ പാമ്പും കോണിയും. ഇതിൻ്റെ ബോൾ കണ്ടോ? 4 നീക്ക്. ആ, പാമ്പ് കൊത്തി 3ലേക്ക് എത്തി. അടുത്ത എത്ര? 2 5. ഇതാണ് പാമ്പും കോണി കളിക്കുന്നതിൻ്റെ ഇതിനെന്താ പറയാ? സൂത്. സൂത്. നല്ല കാനുണ്ട്. ഏകദേശം ഒരു 2-2.5 കിലോ ഉള്ള തൂക്കമുള്ള സാധനമായിരിക്കും. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 2 കേറിക്കോ 2 1 2. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട് ചെസ് ബോർഡ് കണ്ടു, ഇവിടെ പാമ്പും കോണിൻ്റെ ബോർഡ് കണ്ടു. ഏകദേശം നല്ല വലിപ്പമുണ്ട്. ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ വാ, നമ്മൾ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ നമ്മൾ പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കോഴിക്കോടിൻ്റെ ചരിത്രം, കോഴിക്കോടിൻ്റെ ചിത്രങ്ങൾ, കോഴിക്കോടിൻ്റെ സാംസ്കാരിക നായകർ, അവരെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള വർണ്ണങ്ങളിൽ ഇവിടുത്തെ കലാകാരന്മാർ, ചിത്രകാരന്മാർ നമുക്ക് വേണ്ടി വരച്ചിട്ടിരിക്കുകയാണ്.
ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു കാലഘട്ടം, ഒരു പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന മലയാളത്തിൻ്റെ പ്രിയ നടൻ പപ്പു, ഇവരെയൊക്കെ ഈ ഒരു പാസേജിൽ, ഈ ഒരു പാത്തിൽ, ഈ ഒരു കോഴിക്കോടിൻ്റെ സൗത്ത് ബീച്ചിൽ വളരെ വർണ്ണമനോഹരമായിട്ട് ജീവസുറ്റ ചിത്രങ്ങളായിട്ട് ഇവിടുത്തെ കലാകാരന്മാർ വരച്ചു വച്ചിട്ടുണ്ട്. കോഴിക്കോടിലുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മിഷ്കാൽ പള്ളി, അതുപോലെ തന്നെ കുറ്റിച്ചിറ, അതുപോലെ തന്നെ ഇവിടുത്തെ വിഭവങ്ങളായിട്ടുള്ള കോഴിക്കോട്ടെ ബിരിയാണി, ഇവിടുത്തെ കല്ലുമ്മക്കായ, പൊളിഞ്ഞു വീണിട്ടുള്ള ഇവിടുത്തെ പഴയ കടൽപ്പാലം, ഒരു നിർമ്മാണം, അതുപോലെ തന്നെ ഐശ്വരതി. കോഴിക്കോട് നമ്മൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ് ഐശ്വരതി. അങ്ങനെയുള്ള ഒരുപാട് ഇവിടുത്തെ തനിമ മുഴുവനായിട്ടും നമ്മുടെ ഈ ചുമരിൽ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ ചുമരിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സാധനം ഒന്ന് നോക്കൂ. ഇവിടെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട ആ സാധനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾ ബലൂണിൽ കളിക്കുന്നത്, എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ ചുമരിൽ ചിത്രങ്ങളായിട്ട്, ജീവനുള്ള ചിത്രങ്ങളായിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. പഴയ കാലത്തുള്ള ഒരു നിർമ്മാണം, ഈ ഉരുവിൽ കയറിയിട്ടാണ് പഴയ കാലത്ത് ഇവിടെ ബേപ്പൂര് ബീച്ചിൽ നിന്ന്, കടപ്പുറത്ത് നിന്ന് പല രാജ്യങ്ങളിലേക്കും യാത്ര പോയിരുന്നത്. പണ്ടൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഉരുവിൽ യാത്ര പോയിട്ട് പിന്നീട് കാണാത്തതും, അതുപോലെ തന്നെ ഹജ്ജിന് പോയതും, അങ്ങനെയുള്ള ചരിത്രം നമ്മുടെ വല്യപ്പന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉരുവിൽ ഹജ്ജിന് പോയ ചരിത്രങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഉരു എന്ന് പറയുന്ന സാധനം. അത് നിർമ്മിക്കുന്ന ആ ഒരു രംഗം, അതുപോലെ തന്നെ അത് നിർമ്മിക്കുന്ന ആളുകൾ ഒക്കെ ഇവിടെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിയുടെ ഒരു ചിത്രമാണ് ഇതുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചിപ്സ് വറുത്തയക്കാന്ന് പറയും, കോഴിക്കോട്ടയിൽ എന്താ പറയുക എനിക്കറിയില്ല, ബനാന ചിപ്സ്. പിന്നെ ഇവിടെ ഹലുവ 1 കിലോ 380. കോഴിക്കോടിൻ്റെ രുചിക്കൂട്ടുകൾ, വ്യത്യസ്ത രീതിയിലുള്ള രുചിക്കൂട്ടുകളൊക്കെ അതിനൊക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MT, നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഐക്കണാണ് MT എന്ന് പറയുന്നത്, MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ മറ്റൊരു ഐക്കണാണ്, കോഴിക്കോട് സംഗീത പ്രേമികൾക്ക് ആർക്കും തന്നെ വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട MS ബാബുക്ക. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ബാബുക്കയുടെ ആ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ബഷീർ ഖായുടെയും, അതുപോലെ തന്നെ ബാബുക്കയുടെ ആ സംഗീതത്തിൻ്റെ ആ കംപ്ലീറ്റ് സംഗതികൾ ഇവിടെ ഈ ചുമരിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പു, അതുപോലെ തന്നെ ആ താമരശ്ശേരി ചുരത്തിൻ്റെ ആ റോഡ് റോളർ, ചെറിയൊരു സ്പ്ലെൻഡർ, മൊയ്തീനെ ചെറിയൊരു സ്പ്ലെൻഡർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്ന ആ ഒരു കമൻറ്റിനെ അതിനെ അനുസ്മരിക്കുന്ന രീതിയിൽ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട്, നല്ല കളർഫുള്ളായിട്ട് തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് കോഴിക്കോട് എന്താണ് എന്ന് ഒരാളും പറഞ്ഞു തരേണ്ടതില്ലാത്ത രീതിയിൽ ഇവിടുത്തെ ചുമരുകളിൽ ചിത്രങ്ങളിലൂടെ തന്നെ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കലാകാരന്മാർ അതിനെ വരച്ചു. ഏതായിരുന്നാലും നമ്മളിവിടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിങ്ങൾക്ക് വരാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫാമിലിയോടൊത്ത് ഒരു വൈകുന്നേരവും മോർണിംഗിനും, ഈ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞോട്ടെ, ഒന്ന് ക്ഷമിക്കുക. വളരെ നല്ല മനോഹരമായിട്ട് സുന്ദരിയായിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ എല്ലാം, കോഴിക്കോടിൻ്റെ എല്ലാം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. കോഴിക്കോട് ബീച്ചിൽ ഈ ഒരു ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ബീച്ചിൽ ഈ ഒരു രീതിയിൽ ഇത് അലങ്കരിച്ച് വെച്ചതിലൂടെ കോഴിക്കോടിൻ്റെ ഈ കോർപ്പറേഷനും DTPCയും ഒക്കെ വർഷത്തിൽ ഒരു വലിയ സംഖ്യ തന്നെ, ഒരു 5 ലക്ഷത്തോളം വാർഷിക വരുമാനം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
ഏതായിരുന്നാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.